മക്കളെ നമസ്കാരം. നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്ററിന്റെ 34ാമത്തെ ക്ലാസ് ആണ്. ഏകദേശം ചാപ്റ്ററിന്റെ അവസാനത്തിലേക്ക് എത്തുകയാണ് നമ്മൾ. അപ്പൊ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് അഥവാ സക്സസീവ് ഡിഫറൻഷിയേഷൻ. ഒരു ഫംഗ്ഷനെ തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. ഒരു പ്രോബ്ലം ഈ ഭാഗത്തുനിന്ന് ബോർഡ് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സോ ഹെഡിങ് ഞാൻ എഴുതിയത് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് അഥവാ സക്സസീവ് ഡിഫറൻഷിയേഷൻ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇതുവരെ നമ്മൾ ഒരു ഫംഗ്ഷനെ ഒരു പ്രാവശ്യമാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. y എഫ് എക്സ് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ വൈനെ ഒരു പ്രാവശ്യം എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ ഫംഗ്ഷൻ ആണ് dy ബൈ dx. ഇത് വൈന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അത് ഒന്നുകൂടി നമ്മൾ പ്രസ് ചെയ്ത് പറയുന്നു, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് അഥവാ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിന്റെ മറ്റു സിമ്പിൾസ് ഒന്നിങ്ങനെ എഴുതാറുണ്ട്, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ്, അല്ലെങ്കിൽ അത് എഫ് ഡാഷ് എക്സ്, അല്ലെങ്കിൽ വൈ ഡാഷ്, അല്ലെങ്കിൽ y സഫിക്സ് 1 y1, അതും അല്ലെങ്കിൽ d ഓഫ് y. ഇതൊക്കെ അതിന്റെ നൊട്ടേഷൻസ് ആണ് നമ്മൾ കണ്ടത്. ഇനി y-നെ ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന dy ബൈ dx വീണ്ടും എക്സിന്റെ ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. ഇപ്പൊ സൈൻ എക്സ്, y സൈൻ എക്സ് ആണ്, dy ബൈ dx കോസ് എക്സ്, കോസ് എക്സ് വീണ്ടും ഫംഗ്ഷൻ അല്ലേ. അതിനെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാലോ. അതാണ് ഈ സെഷനിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ കിട്ടുന്ന dy ബൈ dx-നെ വീണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതായത് d ബൈ dx ഓഫ് dy ബൈ dx. കിട്ടിയ dy ബൈ dx-നെ ഒരു പ്രാവശ്യം കൂടി x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ കിട്ടുന്നതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓർ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. അതിന്റെ ഒരു സിമ്പിൾ ഇതാണ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇത് ഡി വൈ ബൈ ഡി എക്സിന്റെ സ്ക്വയർ അല്ല, നമ്മളാണ് ഇങ്ങനെ എഴുതുന്നത്. എന്താണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പറഞ്ഞാല് വൈനെ എക്സ് കൊണ്ട് രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് അഥവാ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിന്റെ വേറെ സിമ്പിൾ d square by dx square of fx, d square by dx square of fx, അല്ലെങ്കിൽ അത് f ഡബിൾ ഡാഷ് x, അതല്ലെങ്കിൽ y ഡബിൾ ഡാഷ്, അതല്ലെങ്കിൽ y2 അഥവാ d square y സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇനി ഈ കിട്ടുന്ന ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിനെ നമ്മൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇതാണ് തേർഡ് ഡെറിവേറ്റീവ് ഓർ തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിന്റെ ഒരു സിമ്പിൾ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ്, അല്ലെങ്കിൽ ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് ഓഫ് എഫ് എക്സ്, അല്ലെങ്കിൽ എഫ് ത്രിബിൾ ഡാഷ് എക്സ്, അതല്ലെങ്കിൽ വൈ ത്രിബിൾ ഡാഷ്, അതല്ലെങ്കിൽ വൈ സഫിക്സ് 3, അതുമല്ലെങ്കിൽ ഡി ക്യൂബ് ഓഫ് വൈ. ഇങ്ങനെ മുന്നോട്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. അപ്പൊ 4 പ്രാവശ്യം ചെയ്താൽ കിട്ടുന്നതാണ് ഫോർത്ത് ഡെറിവേറ്റീവ്. അതിന്റെ സിമ്പലാണ് d raised to 4y by dx raised to 4, അല്ലെങ്കിൽ y ഈ പവറിൽ 4 ഡാഷ് ഇടുക, അല്ലെങ്കിൽ y4 എഴുതുക, അല്ലെങ്കിൽ d raised to 4y എഴുതുക. അങ്ങനെയാണ് n പ്രാവശ്യം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് nth ഡെറിവേറ്റീവ് d raised to n y by dx raised to n, അതല്ലെങ്കിൽ y സഫിക്സ് n ഒക്കെ സിമ്പിൾസ് ഉപയോഗിക്കും. അപ്പൊ പ്രോബ്ലത്തിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് കൂടുതലും സെക്കൻഡ് ഡെറിവേറ്റീവ് ഇൻവോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെയാണ് വരിക. പക്ഷെ മുന്നോട്ട് എത്ര തവണ വേണമെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതിന്റെ സിമ്പിൾസ് ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസിലേക്ക് കടക്കാം. പുതിയ ഫോർമുല ഒന്നും ഇവിടെ ബൈ ഹാർട്ട് ചെയ്യാനില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യാം.
അപ്പൊ ആദ്യത്തെ ഒരു എക്സാമ്പിള്, ഫൈൻഡ് the second derivative of the following. അതിലൊന്നാമത്തത് x raised to 20. Second one tan inverse x. 3 log of log x. 4 x cube into log x. 5 e raised to 2x into sin 3x. 6 x cube plus tan x. ഇതിന്റെയൊക്കെ എന്താ കാണേണ്ടത്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് അഥവാ സെക്കൻഡ് ഡെറിവേറ്റീവ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഒരു പേര് വിളിക്കാം. ലെറ്റ് y is equal to x raised to 20. ഫസ്റ്റ് ഡെറിവേറ്റീവ് dy by dx equal to d by dx of x raised to 20. സിമ്പിൾ ആണ്. 20 into x raised to 19 n into x raised to n minus. അടുത്ത ഡെറിവേറ്റീവ് d square y by dx square equal to d by dx of 20 x raised to 19. 20 constant into x raised to 19 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 19 into x raised to 18 equal to 20 into 19. 2 into 19 38. 380 x raised to 18. That is answer. Second one, let y equal to tan inverse x. dy by dx equal to tan inverse x and a derivative d by dx of tan inverse x. Formula 1 by 1 plus x square. Therefore, d square y by dx square is equal to d by dx of dy by dx. അതാണല്ലോ മീനിങ്. It is d by dx of 1 by 1 plus x square. d by dx of 1 by 1 plus x square. അതെങ്ങനെയാ ചെയ്യാ പറയും? ഈക്വൽ ടു, ചില ആളുകൾ കോഷ്യൻ റൂൾ ഉപയോഗിക്കാന്ന് പറയും. കുഴപ്പമൊന്നുമില്ല, കോഷ്യൻ റൂൾ ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 1 plus x square ഡിനോമിനേറ്റർ ഇൻറ്റു d by dx of ന്യൂമറേറ്റർ 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ന്യൂമറേറ്റർ 1 ഇൻറ്റു d by dx of ഡിനോമിനേറ്റർ 1 plus x square ഡെറിവേറ്റീവ് 0 plus 2x divided by square of the denominator 1 plus x square square. 1 plus x square 0 0 ആവും. 0 minus 2x by 1 plus x square whole square അഥവാ minus 2x by, ഇങ്ങനെ ചെയ്യാം. ഇത് കറക്റ്റ് ആണ്. ഇനി ഇത് ശരിക്കും ക്വസ്റ്റ്യൻ റൂളിന്റെ ആവശ്യമില്ല, ക്വസ്റ്റ്യൻ റൂൾ ഇല്ലാതെയും ചെയ്യാം. കാരണം ഇതില് ന്യൂമറേറ്ററിലുള്ളത് കോൺസ്റ്റന്റ് ആണ്, ഡിനോമിനേറ്ററിലെ വേരിയബിൾ ഉള്ളൂ. അപ്പൊ ഇത് വേറെ രീതിയിൽ എങ്ങനെ ചെയ്യാന്ന് വെച്ചാല് r is equal to ഇവിടുന്ന് ആദ്യം നമ്മള് 1 by ന്റേത് ചെയ്യാം. 1 by x ന്റേത് minus 1 by x square. അപ്പൊ 1 by 1 plus x square minus 1 divided by 1 plus x square whole square into, ഇനി 1 by കഴിഞ്ഞാൽ പിന്നെ ആരാ? 1 plus x square. 1 plus x square ഡെറിവേറ്റീവ് 0 plus 2x. 1 ന്റേത് 0 plus x square 2x. അപ്പോഴും എന്താ കിട്ടുക? minus 2x by, കുറച്ച് സ്റ്റെപ്പ് കുറവായിരിക്കും. ഇത് മതി ശരിക്ക്. ക്വസ്റ്റ്യൻ റൂൾ അപ്ലൈ ചെയ്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, then third one, let y is equal to log of log x. ആദ്യം dy by dx പറയൂ. dy by dx equal to d by dx of log x. ചെയിൻ റൂൾ ഉപയോഗിച്ചാണ് ചെയ്താൽ മതി, വേറൊന്നുമില്ല. ഫസ്റ്റ് ലോഗിന്റെ ഡെറിവേറ്റീവ് 1 by log x. അടുത്തത് log x ന്റെ ഡെറിവേറ്റീവ് 1 by x. അപ്പൊ അത് 1 into 1 1 divided by x into log x.
അത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ടുള്ളൂ. നമുക്ക് എന്താ വേണ്ടത്? സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. therefore d square y by dx square is equal to d by dx of dy by dx ആണത്. അതുപോലെ d by dx of 1 by x into log x. ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻ റൂൾ ഉപയോഗിച്ച് ചെയ്യാം. അതിന്റെ ആവശ്യമില്ല, കാരണം ന്യൂമറേറ്ററിൽ വേരിയബിൾ ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ചെയിൻ റൂൾ കൂടെ ഒന്ന് പോയാൽ മതി, അതാണ് നല്ലത്. ആദ്യം 1 by സംതിങ് അല്ലേ, 1 by x ഡെറിവേറ്റീവ് -1 by x സ്ക്വയർ. അപ്പൊ ഈ 1 by സംതിങ് ഡെറിവേറ്റീവ് 1 by ആ സംതിങ് എന്താണോ അതിന്റെ സ്ക്വയർ ഇൻറ്റു, ഇനി ശ്രദ്ധിക്കുക, 1 by കഴിഞ്ഞാൽ പിന്നെ അതാ x into log x അതിന്റെ ഡെറിവേറ്റീവ്. അത് നല്ലോണം ശ്രദ്ധിക്കണം, പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. അത് വേണമെങ്കിൽ തെറ്റാതെക്കാൻ വേണ്ടി നമുക്ക് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം. ഈ സ്റ്റെപ്പ് വേണമെന്നില്ല, നേരെ ഡെറിവേറ്റീവ് പ്രൊഡക്റ്റ് അങ്ങ് എഴുതിയാൽ മതി. പക്ഷെ ഞാനൊരു സ്റ്റെപ്പ് d by dx അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ -1 by x log x ന്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു പറഞ്ഞോളൂ, അവിടെ പ്രൊഡക്റ്റ് റൂൾ, x ഫസ്റ്റും log x സെക്കൻഡും, x ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു log x ഡെറിവേറ്റീവ് 1 by x പ്ലസ് സെക്കൻഡ് log x ഇൻറ്റു x ഡെറിവേറ്റീവ് 1. That is equal to -1 by x into log x ന്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു ഈ x കട്ടാവും 1 plus log x, 1 plus log x. That is equal to minus of 1 plus log x ന്യൂമറേറ്ററിൽ divided by x into log x ന്റെ ഹോൾ സ്ക്വയർ അവിടെ വെച്ചാൽ മതി. Then fourth one, നാലാമത്തത് y ന് പേരിടാം x cube into log x. dy by dx first derivative dy by dx, dy by dx of x cube into log x. ഇത് തുടക്കം തന്നെ പ്രൊഡക്റ്റ് ഉള്ള തുടങ്ങണം, കാരണം ഇതൊരു പ്രൊഡക്റ്റ് ആണ്. x cube ഫസ്റ്റ് ഫംഗ്ഷനും log x സെക്കൻഡ് ഫംഗ്ഷൻ. x cube into log x ന്റെ ഡെറിവേറ്റീവ് 1 by x പ്ലസ് log x into x cube ന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ. ഈ x cube into 1 by x ആവുമ്പോൾ x ക്യാൻസൽ ആവുമ്പോൾ x സ്ക്വയർ പ്ലസ് ഈ 3x സ്ക്വയർ നമുക്ക് മുന്നിൽ എഴുതിയാൽ 3x സ്ക്വയർ into log x. ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ടുള്ളൂ. Therefore d square y by dx square is equal to d by dx of dy by dx ആണ് equal to d by dx of x square plus 3x square into log x. ഇത് ആദ്യം ഡെറിവേറ്റീവ് ഓഫ് എ സം ഓഫ് ദ ഡെറിവേറ്റീവ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം d by dx of x square ഒരു ടേം പ്ലസ് 3 into 3 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കാം. 3 into d by dx of the product x square into log x. x square ഒറ്റക്കതിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 3 all into, ഇവിടെ വീണ്ടും പ്രൊഡക്റ്റ് റൂൾ റിപ്പീറ്റ് ചെയ്യണം. x square ഫസ്റ്റ് ഫംഗ്ഷനും log x സെക്കൻഡ് ഫംഗ്ഷനും, x square into log x ഡെറിവേറ്റീവ് പ്ലസ് log x into x square ഡെറിവേറ്റീവ്. അപ്പൊ x square into log x ന്റേത് 1 by x പ്ലസ് log x into x square derivative 2x. That is equal to 2x plus 3 all into x square into 1 by x out plus 2x into log x equal to 2x plus 3 into x 3x plus 3 into 2 6x log x. Last step ഈ 2x ഉം 3x കൂടി ആഡ് ചെയ്തിട്ട് 5x ആക്കാം. 5x plus 6x into log x അവിടെ വെച്ചാൽ മതി. Then അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് y ന് പേരിടാം e raised to 2x into sin 3x. First derivative dy by dx equal to d by dx of e raised to 2x into sin 3x. ഇത് പ്രൊഡക്റ്റ് കൊണ്ട് തുടങ്ങാം. e raised to x ഫസ്റ്റ് ഫംഗ്ഷനും log x സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പൊ e raised to 2x into log x അല്ല sin 3x കേട്ടോ. e raised to 2x ഫസ്റ്റ് ഫംഗ്ഷനും sin 3x സെക്കൻഡ് ഫംഗ്ഷനും. e raised to 2x into sin 3x ന്റെ ഡെറിവേറ്റീവ് cos 3x into 3x ഉള്ളതുകൊണ്ട് 3 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ sin 3x into e raised to 2x ന്റെ ഡെറിവേറ്റീവ് e raised to 2x into 2x ന്റേത് 2
that is equal to 3 e raised to x cos 3x plus 2 e raised to x sin 3x. അപ്പൊ ഡി സ്കോർ വൈ ബൈ ഡി എക്സ് സ്കോറിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അത് ഡെഫിനിഷൻ പ്രകാരം ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ആയിട്ട് കിട്ടിയത് 3 e raised to x cos 3x plus 2 e raised to x sin 3x. ആദ്യം രണ്ടെണ്ണത്തിന്റെ പ്ലസ് ആണ്, അപ്പൊ നമുക്ക് പ്ലസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതാണ് ഇപ്പൊ കോൺസ്റ്റന്റ് ഇൻറ്റു ഉള്ളത് പുറത്തേക്ക് എടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 into d by dx of e raised to x into cos 3x plus 2 into d by dx of e raised to x into sin 3x. ഈ രണ്ട് സ്ഥലത്തും ഒന്നും കൂടി പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് സെക്കൻഡ്, ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് ശ്രദ്ധിക്കട്ടോ. 3 all into e raised to x into cos 3x ന്റെ ഡെറിവേറ്റീവ് cos ന്റേത് മൈനസ് sin 3x into 3 പ്ലസ് cos 3x into e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x into 2 ബ്രാക്കറ്റ് അവിടെ ക്ലോസ് ചെയ്യുക 3 ന്റെ പ്ലസ് 2 all into e raised to x into sin 3x ന്റെ ഡെറിവേറ്റീവ് cos 3x into 3 പ്ലസ് sin 3x into e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x into 2 മൾട്ടിപ്ലൈ 3 into മൈനസ് 3 ഈ 3 കൂടി വരുമ്പോ മൈനസ് 9 e raised to x sin 3x 3 into ഈ 2 വരുമ്പോ 6 ആവും പ്ലസ് 6 e raised to x cos 3x പ്ലസ് 2 into തുറക്കുമ്പോൾ 3 ഉണ്ട് 2 into 3 6 e raised to x cos 3x plus 2 into e 2 വരുമ്പോ 4 e raised to x sin 3x. നമ്മൾ നോക്ക് ഫസ്റ്റില് മൈനസ് 9 into e raised to x into sin 3x. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാസ്റ്റില് ഒരു പ്ലസ് 4 into e raised to x into sin 3x. അപ്പൊ ഇവിടെ മൈനസ് 9 ടൈംസും ഇവിടെ 4 ടൈംസും ആ ടേം ഉണ്ട്. അപ്പൊ ബാക്കി വരിക മൈനസ് 5 ബാക്കി വരും e raised to x into sin 3x. ഇവിടെ 6 e raised to x cos 3x വീണ്ടും പ്ലസ് 6 e raised to x cos 3x. അപ്പൊ 12 e raised to x cos 3x. അവിടെ വെച്ചാണ് ലാസ്റ്റ് പ്രോബ്ലം ആയിട്ട് വന്നത് x cube plus tan x ആണ്. 6th one y equal to x cube plus tan x. What is dy by dx? D by dx of this sum x cube plus tan x. That's equal to d by dx of x cube plus d by dx of tan x. D by dx of x cube plus d by dx of tan x. Plus ആവുമ്പോൾ അങ്ങനെ മുറിച്ചിടാം. x cube ന്റെ 3x square plus tan x ന്റെ ഡെറിവേറ്റീവ് c square x. ഈ കിട്ടിയത് dy by dx ആയിട്ടുള്ളൂ. Therefore d square y by dx square d by dx of the derivative dy by dx. That's equal to d by dx of 3x square plus sec square x. 3 into d by dx of x square plus d by dx of c square x equal to 3 into x square ഉള്ളത് 2x plus sec square x ന്റെ ഡെറിവേറ്റീവ്. sec square x എന്ന് പറഞ്ഞാല് sec x ന്റെ ഹോൾ സ്ക്വയർ ആണ്. sec x ന്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ ഹോൾ സ്ക്വയർ ആദ്യം ചെയ്യുമ്പോൾ 2 into sec x. x square ആവുമ്പോൾ 2x അല്ലേ? അപ്പോൾ സ്ക്വയർ ഉള്ളത് 2 into sec x into sec x ന്റേത് sec x into tan x. ക്ലിയർ അല്ലേ?
സി സ്ക്വയർ എക്സിന്റെ സ്ക്വയറിന് ആദ്യം ചെയ്യുമ്പോൾ 2 into sec x into sec x sec x tan x equal to 6x plus 2 sec into sec c square ആക്കാം c square x tan x അവിടെ വെച്ചാൽ that is answer. ഇനി ഇവിടെ ഫൈൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞതിന് പകരം ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ചില റിസൾട്ടുകൾ പ്രൂവ് ചെയ്യാൻ പറയും. ഞാനൊരു പ്രോബ്ലം പറയാം. ഫസ്റ്റ് വൺ, ഇഫ് y is equal to capital A into cos nx plus capital B into sin nx. ഇതിൽ എയും ബിയും എന്നും കോൺസ്റ്റന്റ്സ് ആണ്. പ്രൂവ് ദാറ്റ് d square y by dx square plus n square y is equal to 0. എന്നിന്റെ അളവ് 1 ഇട്ട് ചോദിക്കാം, എ ബി ഒക്കെ ചില നമ്പർ 2 3 ഒക്കെ ഇട്ടിട്ട് ചോദിക്കാം. അപ്പൊ ഞാൻ ജനറൽ ആയിട്ട് ഈ ഒരു പ്രോബ്ലം ചെയ്താൽ പിന്നെ ഈ മോഡലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എളുപ്പമാണ്, ശ്രദ്ധിക്കുക. y is equal to capital A into cos nx plus capital B into sin nx. ആദ്യം dy by dx പറയൂ. dy by dx equal to d by dx of capital A cos nx plus capital B sin nx. അതിൽ a പുറത്തേക്ക് വരും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് d by dx of cos of nx plus capital B into d by dx of sin of nx. ഇനി ഡെറിവേറ്റീവ് പറയും. That's equal to capital A into കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ nx കഴിഞ്ഞില്ല ഇൻറ്റു n. ഏതാ ഇൻറ്റു n? കോസിൻ്റെത് മൈനസ് സൈന് പിന്നെ nx ഇല്ലേ. ഇപ്പൊ 2x ആണെ നമ്മൾ ഇൻറ്റു 2 എന്ന് എഴുതല്ലോ ഡെറിവേറ്റീവ്. 3x ആണെ ഇൻറ്റു 3 എഴുതും. അപ്പൊ nx ആകുമ്പോ ഇൻറ്റു n, ആ n ആണ് കേട്ടോ. പ്ലസ് b ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് nx ഇൻറ്റു n. nx ഡെറിവേറ്റീവ് n. അപ്പൊ ഇത് മൈനസ് ക്യാപിറ്റൽ എ ഇൻറ്റു n ഇങ്ങോട്ട് എഴുതി n ഇൻറ്റു സൈൻ nx പ്ലസ് ബി എൻ ഇൻറ്റു കോസ് nx. ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ടുള്ളൂ. Therefore d square y by dx square is equal to d by dx of dy by dx equal to d by dx of minus a n sin nx plus b n cos nx equal to minus a into n പുറത്തേക്ക് വരും, കോൺസ്റ്റന്റ് ആണ്, into d by dx of sin nx plus b into n കോൺസ്റ്റന്റ് പുറത്ത് വരും, d by dx of cos nx equal to minus a n into sin the derivative cos nx, nx derivative into n plus b n into cos the derivative minus sin nx into nx into the n. That is equal to ഈ മൈനസ് എ എന്നും ഈ എന്നും കൂടി മൈനസ് എ എൻ സ്ക്വയർ കോസ് എൻ എക്സ്. ഇതിവിടെ മൈനസ് ആവും നിങ്ങളുടെ ഇൻറ്റു ചെയ്യുമ്പോൾ. ബി എന്നും ഈ എന്നും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ ബി എൻ സ്ക്വയർ സൈൻ എൻ എക്സ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, മൈനസ് രണ്ടിലുണ്ട്, എൻ സ്ക്വയറും രണ്ടിലുണ്ട്. അപ്പൊ ഞാനൊരു മൈനസ് ഓഫ് എൻ സ്ക്വയർ ഇങ്ങോട്ട് പുറത്തേക്ക് ചെയ്യാം. എന്താ ബ്രാക്കറ്റിലാവുക നോക്കി, മൈനസും എൻ സ്ക്വയറും വന്നാൽ പിന്നെ ഇവിടെ എ കോസ് എൻ എക്സ്, ഇവിടെ പ്ലസ് പ്ലസ് ബി സൈൻ എൻ എക്സ്. ക്ലിയർ അല്ലേ? രണ്ട് നെഗറ്റീവ് ആണോ മൈനസ് ഓഫ് പുറത്തേക്ക് വെച്ചു, എൻ സ്ക്വയർ കോമൺ ഫാക്ടർ എടുത്തു.
അപ്പൊ മൈനസ് എൻ സ്ക്വയർ അവിടെ നിൽക്കട്ടെ. ആ ബ്രാക്കറ്റ് നോക്കി. ക്യാപിറ്റൽ എ കോസ് എൻ എക്സ് പ്ലസ് ക്യാപിറ്റൽ ബി സൈൻ എൻ എക്സ്, അതാണ് നമ്മുടെ വൈ. അപ്പൊ നമ്മളിനി അത് വൈ എഴുതിയ എന്താ വൈ ആണ്. മൈനസ് എൻ സ്ക്വയർ വൈ അത് ഇപ്പുറത്തേക്ക് മാറ്റിയാൽ therefore ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് കിട്ടിയത്. മൈനസ് എൻ സ്ക്വയർ വൈ അത് ലെഫ്റ്റിക്ക് വരുമ്പോ പ്ലസ് എൻ സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇത് ഒരുപാട് പ്രോബ്ലം എടുത്ത് ഉണ്ടാക്കാം. എ ബിക്ക് പോയപ്പോ ഏതെങ്കിലും നമ്പേഴ്സ് ഇടാം, എന്നിനും ഏതെങ്കിലും നമ്പർ ഇടാം. അതിനനുസരിച്ച് ഈ പ്രോബ്ലം ഇവിടെ എൻ സ്ക്വയർ വന്നോളൂ. എ ബി ഏത് നമ്പർ ആയാലും ഈ ആൻസറിനെ ബാധിക്കൂല. എ ബിക്ക് ഇപ്പൊ 5, 4 ഇട്ടു, ഈ ആൻസറിൽ എ ബി ഇല്ല, ആൻസറിനെ ബാധിക്കില്ല. പ്രൂവ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ വരും. അതൊരു പ്രോബ്ലം ആണ്, ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്, ശ്രദ്ധിക്കുക. വേറൊന്ന് ഇഫ് രണ്ടാമത്തത് y is equal to ക്യാപിറ്റൽ എ നമുക്ക് നമ്പർ ഇടാം 5 into e raised to 3x plus 3 into e raised to 4x. Prove that d square y by dx square minus of 7 dy by dx plus 12y is equal to 0. ഇത് ഞാൻ എ ബി ഒഴിവാക്കിയത് നേരത്തെ എ ബി ഉള്ള ചെയ്തു. ഇപ്പൊ ഇനി അവിടെ പെർട്ടിക്കുലർ നമ്പർ ഉള്ളതായിക്കോട്ടെ. ഇതിപ്പോ 5 3ക്ക് വരെ എ ബി എന്നിട്ടിട്ട് ചോദിക്കാം. ഈ 3x 4x പകരം വേറെ mx nx ഒക്കെ ആക്കിയിട്ടും പ്രോബ്ലം ഉണ്ടാക്കാം. അപ്പൊ ഇതൊന്ന് പ്രൂവ് ചെയ്യണം. y എന്താ തന്നത്? 5 into e raised to 3x plus 3 into e raised to 4x. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതിൽ ആരൊക്കെ ഉള്ളത്? dy by dx ഉണ്ട്, d square y by dx square ഉണ്ട്, y ഉണ്ട്. നമുക്ക് ആദ്യം y എടുക്കാം. സൊല്യൂഷനിലേക്ക് വരും. y is equal to 5 into e raised to 3x plus 3 into e raised to 4x. നിങ്ങൾ dy by dx പറയൂ. ഫസ്റ്റ് ഡെറിവേറ്റീവ് 5 കോൺസ്റ്റന്റ് ഇൻറ്റു e raised to 3x ന്റെ ഡെറിവേറ്റീവ് e raised to 3x into 3 പ്ലസ് 3 into e raised to 4x ന്റെ ഡെറിവേറ്റീവ് e raised to 4x into 4 equal to 15 e raised to 3x. ഏതാ 15? 5 into 3. ഇത് 3 into 4 12 e raised to 4x. ഇത് ഇവിടെ നിൽക്കട്ടെ. dy by dx. ഇനി ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. d square y by dx square is equal to ഈ കിട്ടിയത് ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 15 into e raised to 3x ഡെറിവേറ്റീവ് e raised to 3x into 3 plus 12 into 12 constant into e raised to 4x ഡെറിവേറ്റീവ് e raised to 4x into 4. That's equal to 3 into 15 45 e raised to 3x plus 12 into 4 48 e raised to 4x. ഇത് d square y by dx square. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ എഴുതി വന്നപ്പോൾ d square y by dx square കണ്ടപ്പോൾ തന്നെ നമ്മൾ അവിടെ ഒരു കോമൺ ഫാക്ടർ ഒക്കെ എടുത്തപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യുന്ന റിസൾട്ടിലേക്ക് എത്തിയിരുന്നു. ഇവിടെ അങ്ങനെ എത്തിയിട്ടില്ല. നമുക്ക് കിട്ടി, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടി. d square y by dx square കിട്ടി, dy by dx കിട്ടി, y ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് അങ്ങനെ ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. d square y by dx square minus 7 into dy by dx plus 12 into y. This is equal to കിട്ടിയ d square y by dx square 45 e raised to 3x plus 48 e raised to 4x minus 7 into dy by dx ആയി കിട്ടിയത് 15 e raised to 3x plus 12 e raised to 4x plus 12 into y ആണ്. y ഇതാണ് y. 12 into y ക്ക് പകരം 5 e raised to 3x plus 3 e raised to 4x. 0 എന്നല്ലേ കിട്ടണ്ടേ? നമുക്ക് തുറന്നു നോക്കാം. 45 e raised to 3x plus 48 e raised to 4x minus 7 into 15 7 into 15 105 e raised to 3x
മൈനസ് 7 ഇൻറ്റു 12 10 7 70 2 14 84 84 e raised to 4x plus 12 into 5 60 e raised to 3x plus 12 into 3 36 e raised to 4x. ഇനി നിങ്ങൾ നോക്ക് എത്ര e raised to 3x ഉണ്ട്. ഇവിടെ 45 മൈനസ് 105 പ്ലസ് 60. അപ്പൊ 45ഉം 60ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 105 ആയി. 105 മൈനസ് 105 ആ ടേം ഇത് ക്യാൻസൽ ആയി പോയി. e raised to 4x ഇവിടെ 48 ഇവിടെ മൈനസ് 84 പ്ലസ് 36. 48ഉം 36ഉം കൂടി എത്രയാടാ? 48ഉം 36ഉം കൂടിയാല് 84 അല്ലേ? 48 36 84. ആ 84 e raised to 4x പ്ലസും അത് മൈനസും ഉണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു 0. ഓക്കെ, ഈ ടൈപ്പ് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാറുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.